ഇനിയിപ്പോ ലീവായാൽ പോലെ കിടന്നുറങ്ങാൻ സമ്മതിക്കൂല മാച്ചുകൂട്ടെ. രാവിലെ എത്ര മണിക്കാണ് വിളിക്കാൻ തുടങ്ങിയ നീ? 5:50. 5:30 ഞാൻ എണീച്ചിട്ട് മെല്ലെ കിടന്നങ്ങ് ഉറങ്ങിയായിരുന്നു. കുറച്ചും കൂടി ഉറങ്ങിയിട്ട് എണീക്കുക. ഇന്ന് ലീവായതുകൊണ്ട് പിന്നെ എന്തിനാന്ന് കാലത്ത് എണീക്കുക വിചാരിച്ചിട്ട് പിന്നെ കിടന്നു. അപ്പോൾ 5:50 മാച്ചുകൂട്ടൻ എണീച്ചിട്ട് എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. വാ എണീക്ക്, മീൻ പിടിക്കാൻ പോകാമെന്നാണ്. ഞാൻ മെല്ലെ ജനലിലൂടെ നോക്കുമ്പോഴേക്ക് പിന്നെ എന്താ പറയുക, അത്ര വെളിച്ചമൊന്നും വന്നിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി കഴിയട്ടെ, നീ കുറച്ച് ഉറങ്ങുന്നും പറഞ്ഞിട്ട് അടപ്പിടിച്ച് കിടത്തിയതാണ്. ഇപ്പം സമയം 6:15. ഇപ്പം നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. ഇതാ നല്ല വെളിച്ചം വന്ന് ഇനിയും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മാച്ചുവിൻ്റെയും വന്ന് എനിക്ക് അടി കിട്ടും. കാരണം എപ്പോൾ മാച്ചു കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ പോവാണ്ടിക്കല്. മീൻ കിട്ടൂലെന്നേ ഉള്ളൂ. പക്ഷെ മാച്ചു ചെറിയ മഴയുണ്ട്, ക്യാൻസലാക്കിയാലോ? അവൻ്റെ കാര്യം അവിടെ ക്യാൻസലാക്കല്ലോ. വേറെ എന്താ കാര്യം? അതേപോലെ മഴ പെയ്യുന്നുണ്ട് മമ്മ, ഇപ്പം വേണം നമുക്ക് നാളെ പോയാലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. നമ്മൾ സാധാരണ ഇപ്പോൾ വൈകുന്നേരം എല്ലാം വരുത്തുന്നുണ്ട്, പക്ഷേ രാവിലെ ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പെല്ലാം വരാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ മാച്ചു ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. വിചാരിച്ച് കാലത്ത് അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് മയിലുണ്ടെന്ന് തോന്നുന്നു, നല്ല ഒച്ചല് കേൾക്കുന്നുണ്ട് അല്ലേ മയിലിൻ്റെ. ഓക്കെ, മാച്ചു ഇവിടുന്ന് എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് അങ്ങിരിക്കുന്ന മയില്. മാച്ചു ചൂണ്ടലിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ പാറിൻ്റെ മേലെ ഇരിക്കുക, അതാണ് എൻ്റെ പ്രധാന പണി. അതിങ്ങനെ എന്താ പറയുക, കാറ്റെല്ലാം കൊണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് തീരെ കാറ്റില്ല കേട്ടോ. വൈകുന്നേരം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ടാവും. പക്ഷെ ഇപ്പം രാവിലെ ആയതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, പക്ഷെ കാറ്റില്ല. മാച്ചുവിനെന്തോ മീൻ കിട്ടിയെന്ന് തോന്നുന്നു, എന്തോ സംഭവം എന്നറിയില്ല. പക്ഷെ അവർ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാ വേറൊരാൾ വാങ്ങിയിട്ട്. ഹായ്, കിട്ടീരാ? നമ്മളെ നാട്ടുകാരനാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടാ? ഓക്കെ ഓക്കെ. റെഡ് കളറ് മീന്. മാച്ചിന് പിടിക്കാൻ പറ്റാതെ മാച്ചു അടിപൊളി അടിപൊളി. വീണുപോയാ? അയ്യോ ശരിക്കും കുളത്തിയിട്ട. അങ്ങനെ ശരിക്കും കുളത്തിയിട്ടാ തോന്നല്ലേ സംഭവം? എന്താ ശരിക്കും കുളത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടുമ്പോഴേക്കും അത് ഇളകിപ്പോയി. ഇനിയിപ്പോ നോക്കാം, നെക്സ്റ്റ് കിട്ടോ നോക്കാം. നാലും മാച്ചു ഭയങ്കര വിഷമായി പോയി. ചെമ്പല്ലി, 1.5 ചെമ്പല്ലിയ കിട്ടിയത്, അത് പോയി. മാച്ചുവിന് ഇന്നുണ്ട രണ്ടാമത്തത് ഒരു കുഞ്ഞി അമൂറ കിട്ടിയത്. ആദ്യത്തത് എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കൊടുത്ത? ആദ്യത്തെ എന്തായി? ഇളകിപ്പോയി. ഓക്കെ, ശരിക്കും സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് ഗായ്സ് ഇപ്പൊ സമയം 8 മണിയാകുമ്പോഴേക്കും 1.5 ചൂടിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിലാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചതായാലും തിരിച്ചു പോകാന്ന്, നമ്മളെ കുഞ്ഞി അമൂറും കൊണ്ട് തിരിച്ചു പോയെന്ന്. ശരിക്കും നമ്മൾ ഇതിനെ വിടാന്ന് വിചാരിച്ചത്, കാരണം ചെറുതല്ലേ, അതുകൊണ്ട് തിരിച്ചു വിടാന്ന് വിചാരിച്ചത്. പിന്നെ മാച്ചു വിചാരിച്ച ഫസ്റ്റ് ടൈം അല്ലേ, ആദ്യമായിട്ട് കിട്ടിയ മീനിനെ തിരിച്ചു വിടണ്ടെന്ന് വിചാരിച്ചത്. ഇനി നെക്സ്റ്റ് ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വിടും. ആദ്യമായിട്ട് അതന്നെ ഏകദേശം 1.5 കിലോ ഉള്ള ചെമ്പല്ലിയാണ് കിട്ടിയത്. പക്ഷെ എന്താ ചെയ്യാ, മാച്ചുവിന് ഭാഗ്യമില്ല, അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. കുഴപ്പമില്ല. പിന്നെ ആദ്യം തന്നെ അല്ലേ പിടിക്കണമെന്നല്ല പറ അവിടെ ഇങ്ങനെ നിന്ന്. പക്ഷെ വിചാരിച്ച പോലെ നമുക്ക് കിട്ടൂല, കാരണം ഒന്നാമത് വെള്ളത്തിലാണ്, വഴുക്കുകയും ചെയ്യും. പായലും ഉണ്ട്. അപ്പം പിന്നെ മാച്ചു പിന്നെ വെറുതെ ഇറങ്ങിയിട്ട് പണിയാണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലാരും കൂടി വന്നപ്പോ മാച്ചു ആകെ നെർവസ് ആയി. അതാണ് പ്രശ്നം. കിട്ടിന്ന് പറയുമ്പോഴേക്ക് അടുത്ത നാളെ ഇങ്ങനെ ഓടി വരുന്നു. അപ്പോഴേക്ക് ഒരാൾ വന്നിട്ട് ചൂണ്ടതാ പിടിച്ചരാ അതെല്ലാം പറഞ്ഞു. പക്ഷെ എല്ലാം കൂടി എന്താ പറയാ മിസ്സായി പോയി. കുഴപ്പമില്ല. അങ്ങനെ ഏകദേശം 1.5 കിലോ ചെമ്പല്ലി കട്ട് ചെയ്യേണ്ട മാച്ചു ഇതാ പാവം ഇവിടുന്ന് ഒരു കുഞ്ഞി അമൂറ് ഏകദേശം 3 കിലോ ഉള്ള കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ കട്ട് ചെയ്തിരുന്നു. ഒരു ചിറക് മുറിക്കാൻ തന്നെ 10 പ്രാവശ്യമാണ് കട്ടിങ് ചെയ്യുന്നത്. അങ്ങനല്ലോ? ഓക്കെ. കുഞ്ഞാച്ചു മീനല്ലേ?
ഇതിപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഇപ്പം തന്നെ തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന്റെ അടുത്തെല്ലാം പോയിട്ട് കുറെ ക്ഷീണം പിടിച്ചു പോയല്ലേ മാച്ചോ? ക്ഷീണം പിടിച്ചിനാ അവിടുന്ന് വെയിൽ കൊണ്ടിട്ട് കരിക്കട്ട പോലെ ആവും കേട്ടാ. കുറച്ച് മാച്ചിനെ കാണുമ്പോൾ എന്നെക്കാളും കറുത്തിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ വെയിൽ വരുമ്പോ മാറി മാറി ഇരിക്കുന്നുണ്ട്. വാച്ച് അങ്ങനെയല്ല, വാച്ച് അവിടെ തന്നെ ഇരുന്നിട്ട് ഫുള്ളായിട്ട് കൊള്ളുന്നുണ്ട്. ഷെഫ് മാസിൻ ഫിഷ് ഫ്രൈയിലേക്ക് സ്വാഗതം. ഇന്ന് മാസിന്റെ വകയെന്ന മൊത്തം പരിപാടി കേട്ടാ. ഇന്ന് രക്ഷപ്പെട്ട വകയുള്ള പാർട്ടി അല്ലേ. ഇന്ന് ബേബി ചിക്കല് ലീവാണ്, ഗാന്ധി ജയന്തി ആയതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഏതായാലും ഒരു ട്രിപ്പ് പോവാന്ന്. അപ്പൊ ഇന്ന് ട്രിപ്പ് പോകുന്ന എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചി പാറ എന്ന് പറയാം. അത് എവിടെയെന്ന് വെച്ചാൽ കൊട്ടിയൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊട്ടിയൂര് അമ്പലമൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സൈഡിലാണ്. ശരിക്കും എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം മല്ലികക്ക് കറക്റ്റായിട്ട് അറിയാം. അവളെ വീട് കണ്ണവം ഭാഗത്താണ്. അപ്പോൾ അവൾക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ സമയം 12 മണിയായി. 1 മണിയാകുമ്പോഴേക്ക് കാൾടെക്സിൽ എത്തണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ട്രിപ്പിന് മാറ്റമില്ല കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. ഇതാണ് തലശ്ശേരി റോഡ്. അപ്പോൾ ഈ തലശ്ശേരി റോഡ് കയറി കുറച്ച് മുന്നോട്ട് വരുമ്പം തന്നെ ഇതാ ഈ ഒരു മരത്തിൻ്റെ താഴെയാണ് നമ്മളെപ്പോൾ ഉള്ള മീറ്റപ്പ് ഉണ്ടാകല്. ഇന്നിപ്പോൾ ഇവിടെ പോലീസ് ഉണ്ട്, നോക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഏതായാലും നോക്കാം വെച്ചോ. ഒരാൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാറേ. ഒരാൾ വെയിറ്റ് ചെയ്യാനാണ്. അവിടെ വെച്ചോട്ടെ. ഞാനിവിടെ എത്തിയിട്ട് എല്ലാവരും കൂട്ടിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചത്. ഇപ്പം നോക്കുമ്പോൾ വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബേബി ചേച്ചി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ജോയിൻ്റ് ആവുള്ളൂ. ബേബി ചേച്ചി ഇവിടെ വരുന്നില്ല, ചാലക്കുന്ന് പിന്നെ എന്താ പറയുക ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി ഏതായാലും ഇവിടെ ഒരു പിന്നെ എന്താ പറയുക ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് അടിക്കാം. കാരണം മല കയറണ്ടല്ലേ, ഫുഡ് അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ക്ഷീണമായി പോകും. അപ്പോൾ ഒന്നര ചൂടാണ് കേട്ടോ പുറത്ത്. ഒന്നും പറയാനില്ല. റൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയിരുന്നു. പക്ഷെ നിർത്തിയിട്ട് നടക്കുമ്പോൾ എന്ന് പറയുന്നത് നല്ല ചൂടറിയുന്നുണ്ട്. പിന്നെ ഇവിടെ പിന്നെ എന്താ പറയുക കാട്ടക്സിൻ്റെ കോർണറിൽ തന്നെയുള്ള പിന്നെ ഫുഡ് കോർട്ടിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഇപ്പം പിന്നെ ഓർഡർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ ചിക്കനും അവിടെ അൽഫാം ചിക്കനും പിന്നെ അതുപോലെ തന്നെ ഒരു പൊറോട്ടയും. പൊറോട്ട ഞാൻ പൊതുവെ കഴിക്കില്ല. പക്ഷേ മല കയറണമെന്നുണ്ടെങ്കിൽ കഴിച്ചേ പറ്റും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നല്ല അടിപൊളി ഫുഡ് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഇപ്പം നമ്മൾ ചെയ്ത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഗൈസ് അങ്ങനെ നമ്മളെ ഷെയ്ദാനെ ഇപ്പൊ വിളിച്ചു നോക്കുമ്പോഴേക്കും ഷെയ്ദ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അവളെ വീട് വരുന്നത് താണക്കാണ്. അപ്പൊ ആദ്യം അവളെ ഓഫീസിലുണ്ടായില്ലേ. അപ്പൊ ഓഫീസിൽ വരുന്നത് വിചാരിച്ചാൽ ഞാനവിടെ വെയിറ്റ് ചെയ്തത്. അപ്പൊ പിന്നെ താണക്കുന്ന് പിന്നെ ആദ്യം ബ്ലോക്കും എല്ലാം കഴിഞ്ഞ് എന്താ പറയാ കാൾടെക്സിൽ എത്തുന്നതിലും നല്ലത് പിന്നെ ആ സമയം കൊണ്ട് എനിക്ക് താണക്കെത്തുന്നത്. അത് പിന്നെ വെറുതെ ലേറ്റ് ആക്കണ്ടല്ലോ. ഇപ്പം തന്നെ സമയം 1:45. ബേബി വെച്ച് അപ്പുറത്തുനിന്ന് കയറാന്നാണ്. നോക്കെ ശരിതാലോട് ഞാന് ചാലക്കുന്നേതാ എനക്കറിയേണ്ടത് അതെയാ. എനിക്കെന്ത് പാസ് ചെയ്ത വീടെത്തിയപ്പോ ഞാൻ ചെയ്ത് മാറിയാ. ഏതായാലും ഇവിടെ കത്തിക്കാൻ വിചാരിച്ചു. നല്ല ആളാണ് എന്നോടാണ് ബേബി വെച്ച് കൂട്ടാൻ പറഞ്ഞത്. എനിക്ക് ചാലക്കുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡാക്കുന്നത്. ചെയ്ത ബാക്ക് എല്ലോട് നന്നായി. ഇതിപ്പോ കണ്ണപം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനിയിപ്പം കണ്ണപത്തുനിന്ന് തൊടിക്കളം അമ്പലം ഇതാ ഈ ഒരു റോഡാണ് ഇപ്പൊ പോവാൻ പറഞ്ഞിട്ടുള്ളത്. എത്തിയാ പോക്കും കഴിഞ്ഞാ പിടി അതല്ലേ പറയുന്നത്. അത് പെട്ടെന്ന് എടുക്കാനേ അതിൽ വെച്ചതാ. മല്ലിക എടുത്തും കഴിഞ്ഞ് പോക്കും കഴിഞ്ഞെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. അങ്ങനെ ഇത്രയും സമയം ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് ക്യാമറ സൗകര്യം ഓണാക്കുമ്പോ കോളങ്ങ് പോയി. ഇനിയിപ്പോ എവിടെ നമുക്ക് പാലാച്ചി മലക്കാവാണ് പറയുന്നത്. അല്ല നല്ല ലേറ്റാവോ നമുക്ക് കയറി ഇറങ്ങുമ്പോഴേക്ക്? അല്ലടാ പാറൊക്കെ പോയിട്ട് വരുമ്പോ ലേറ്റ് ആകുമെന്ന് വെക്കും. കേറാനില്ല ഇപ്പൊ കൊറേ. അതെ ഇവിടെ അടുത്തൊന്നും ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. ഞാൻ പൂവത്തൂർക്കുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പൂവത്തൂർക്കുണ്ട് പോയതിന് ശേഷം കുറച്ചവിടെ പിന്നെ സ്പെൻഡ് ചെയ്തിട്ട് പാലുകാച്ചി മല പോകാനാണ് വിചാരിച്ചത്. പക്ഷെ ഇന്ന് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും ഇന്ന് പോയില്ല. പക്ഷെ ഇവരിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന്
പോയതിന് ശേഷം കാളിയാച്ചിപ്പാറ പോകാമെന്നാണ്. കാരണം വെച്ചാൽ അവിടെ നല്ല വെയിലായിരിക്കും, അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ പിന്നെ വെയിലൊക്കെ ഒന്ന് കാണുന്നതിന് ശേഷം പോകാമെന്ന് പറയുന്നു. നമ്മളെ വണ്ടിയിൽ ഇത് ഇവിടെ വെച്ചിട്ട് നമ്മളിനെ ആദ്യം കയറിയെന്ന് ഇടുന്ന ഏകദേശം 1 കിലോമീറ്റർ പോലെ ഉണ്ടാവില്ലേ ഓഫ് റോഡ് നമ്മൾ വന്നത് ബിബിച്ച്? 1 കിലോമീറ്റർ കൂടുതലുണ്ടാവും. 1 കിലോമീറ്റർ കൂടുതലുണ്ടാവും. ഏകദേശം എത്ര ഞാൻ നോക്കിയിട്ടില്ല. അപ്പം അത്രയും വന്നതിന് ശേഷമാണ് പിന്നെ നമ്മളിപ്പോൾ മുകളിലേക്ക് കയറുന്നത്. മുകളിലേക്ക് കയറുന്നതും അതുപോലത്തെ ഒരു റോഡ് തന്നെയാണ്. പക്ഷെ അത്ര കുഴപ്പമില്ല അല്ലേ, നമ്മൾ കയറി വന്നതിനേക്കാൾ ബെറ്ററാണ്. ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറും കേട്ടോ. പക്ഷെ എന്ന് പറഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് വണ്ടി ആയിരിക്കും. കാരണം കുത്തനെയുള്ള ഇങ്ങനെ കയറ്റാണ്. കുറച്ച് കയറുമ്പോഴേക്കാണ് കിടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതും കഴിഞ്ഞ് പാലുകാച്ചി പാറ എങ്ങനെ കയറാതറിയില്ല, എന്നാലും കയറലെന്നെ. ഇവിടുന്ന് 2 വഴിയുണ്ട് കണ്ട, ഇവിടെ വരെ വണ്ടി വരാ. എന്നിട്ട് നമ്മൾ ഇത്രയും ദൂരം നടന്നേ, ടൂ വീലറെല്ലാം വന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. ഇതിൽ കുന്ന് ഇടിഞ്ഞിട്ടായ സ്ഥലമായിരിക്കുമല്ലേ ബേബിച്ചി? ഇതിൽ കുന്ന് ഇടിഞ്ഞിട്ടായതാ. ഇവിടുന്നില്ല ഇറക്കം നോക്കിയേ ബേബിച്ചോ. അമ്മോ ശരി പേടിയാന്നല്ലേ, സ്ലിപ്പായി പോവോന്ന് വിചാരിച്ചിട്ട്. ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താനാവുമ്പോ ഉണ്ടല്ല ഒരു അടിപൊളി സംഭവം ഉണ്ട്. അതായത് ഇതിലൂടെ നൂണിപ്പുറത്തേക്ക് കിടക്കാം, ഇതിലൂടെ കിടക്കാം. അതിനുശേഷം മൊത്തം ഇതുപോലുള്ള ഇറക്കാണ്. കുഞ്ഞു പടവിലൂടെ സ്ലിപ്പായാ നേരെ പോയി വീഴുന്നത് വെള്ളച്ചാട്ടത്തിലേക്ക്. ഇതുപോലെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പിടിച്ച് അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാന്ന്, അല്ലെങ്കിൽ പിന്നെ മിക്കവാറും ഞാൻ താഴെ എത്താൻ ചാൻസ് ഉണ്ട്. ഇവിടെ എത്തിയപാടെ പതിപോലെ എല്ലാവരും ഇതാ സെൽഫി എടുക്കുന്ന ഫോട്ടോസിന്റെ എല്ലാം തിരക്കാണ്. എന്തായാലും കഴിഞ്ഞിട്ട് വേണം ഇറക്കെടുക്കാൻ വേണ്ടി. പക്ഷെ എടുക്കാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഇടിയെല്ലാം പൊട്ടുന്നുണ്ട്. പിന്നെ മഴക്കാറും ഉണ്ട്. ഇപ്പം 3:45 ആയിട്ടുള്ളൂ, പക്ഷെ നല്ല ഇരുട്ടടിച്ചിട്ടേ ഉള്ളത്. അപ്പോൾ പിന്നെ ഇപ്പം അതെന്താ പറയുക, ഒരു സംശയം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചി മല പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറി ഇറങ്ങണമെങ്കിൽ തന്നെ ടൈം എടുക്കും. നല്ല 1.5 കയറ്റമുള്ള സ്ഥലമാണ്. പക്ഷേ പിന്നെ മഴയാണെങ്കിൽ അങ്ങോട്ട് കയറാൻ കഴിയില്ല എന്നാണ് ഇപ്പം മല്ലിക പറയുന്നത്. മല്ലിക അല്ലേ, മഴയാണെങ്കിൽ കയറാൻ കഴിയില്ലല്ലോ, നല്ലോണം വഴുതും എന്നാ പറയുന്നത് പാറ. അപ്പോൾ കയറാൻ കഴിയില്ല എന്നാ പറയുന്നത്. അപ്പോൾ എന്താവും നോക്കാം. ഏതായാലും നമ്മൾ ഇവിടെ വെള്ളച്ചാട്ടം നല്ലോണം ആസ്വദിക്കട്ടെ. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വിചാരിച്ചത്, അതിനുശേഷം എന്താ വേണ്ടതെന്ന് ആലോചിക്കാൻ ഞാൻ ചെക്ക് ചെയ്തു. അങ്ങ് ദൂരൊക്കെ ഉണ്ട്. അത് അവരവിടുന്ന് കുട്ടികളെല്ലാം നമ്മളെ മല്ലികന്റെ മക്കളാണ്. അത് രണ്ടോടെ എത്തിയിട്ട് നോക്കിയാൽ നല്ല 1.5 കളിയിലാണ്. നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് അങ്ങനെ കളിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ശരിക്കും ടാർഗറ്റ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നേരെ പാലുകാച്ചിപ്പാറ പോവാന്നാണ്. പക്ഷെ ഇതിപ്പോ എന്ന് പറഞ്ഞാല് ഇവിടെ എത്തി ഈ ആംബിയൻസ് എല്ലാം കാണുമ്പോൾ എന്താ പറയാ, ഇതിലേക്ക് എടുത്ത് ചാടിയേക്കാന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഡ്രസ്സൊന്നും എടുത്തിട്ട് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ, പിള്ളേർക്കെല്ലാം കളിക്കുന്നത് നോക്കിയിരിക്കല, അത്ര തന്നെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് കഴിവട്ടക്കെല്ലാം പോവുക കേട്ടോ. ഇതാ ബേബിയച്ചിയും ഷെയ്തെല്ലാം ഇറങ്ങി തുടങ്ങി. എനിക്ക് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല, ഞാനും ഇറങ്ങിട്ട്. ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാ വെള്ളച്ചാട്ടമെല്ലാം കണ്ട് തിരിച്ചു വരാന്ന്. നല്ല 1.5 മഴ, ഒന്നും പറയണ്ട. മഴയും പെയ്ത് ഫുള്ളായിട്ട് നനഞ്ഞ്. നമ്മൾ ആദ്യം എല്ലാവരും നനയണ്ടെന്നെല്ലാം വിചാരിച്ച് നിന്നേന്ന്. പിന്നെ മല്ലികൻ്റെ മക്കൾ മാത്രമാണ് അവിടുന്ന് കുളിച്ചത്. നമ്മളെല്ലാവരും സൈഡിലെല്ലാം നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത്. അപ്പോഴേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി, ഫുള്ളായിട്ട് നനഞ്ഞു. പക്ഷെ അവിടുന്ന് വരാൻ തോന്നില്ല അല്ലേ ബേബിയച്ചി? അടിപൊളി ആംബിയൻസ് അല്ലേ, ഒന്നും പറയണ്ട. എല്ലായിടത്തും പോകുന്ന ബേബിയച്ചി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതാണ് പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ പാലുകാച്ചി മല പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവർ മല്ലിക പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ കയറുമ്പോൾ പിന്നെ എന്താ പറയുക, പാറയിൽ വഴുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നില്ല. സമയം ഇപ്പം 4:30 മണിയായി അല്ലേ, സമയം ഇപ്പം 4:30 മണിയായി. അപ്പോൾ ഈ സമയത്ത് അവിടെ പോയിട്ട് കയറി ഇറങ്ങലെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അപ്പം പിന്നെ അത് വേറെ ദിവസം പോവാം അല്ലേ ബേബിച്ച് എന്തായാലും. അപ്പോൾ നമുക്ക് കാലത്ത് പോകണം, അല്ലെങ്കിൽ വൈകുന്നേരം. പക്ഷെ ഈ ഒരു സമയം എനിക്ക് തോന്നുന്നത് വൈകുന്നേരം റിസ്ക് ആണ്. എന്ന് വെച്ചാൽ അധികം ഇന്നലെയും മിന്നാന്നും ഇവിടെ മഴയുണ്ടായിരുന്നു. മിക്കവാറും മഴയുണ്ട്. നമ്മളങ്ങോട്ടൊന്നും മഴയില്ല, പക്ഷെ ഈ ഭാഗത്തെല്ലാം മഴയുണ്ട്. അപ്പോൾ ബെറ്റർ കാലത്തായിരിക്കും. നോക്കട്ടെ എങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും അടുത്തന്നെ വരണം. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പോയിട്ട് വീണ്.
നല്ല ഒന്നൊന്നര ഓഫ് റോഡ് മക്കളെ ഓഫ് റോഡ്. അങ്ങനെ നല്ല ഒന്നൊന്നര മഴക്ക് റൈഡും ചെയ്ത് വന്ന് നേരെ എവിടെയെന്നറിയോ തട്ടുകടയിൽ കഴിച്ചിപ്പം തിന്നാൻ പോകുന്നത് പിന്നെ കട്ടൻ ചായയും പിന്നെന്താ മുളക് വറ്റി. മഴൻ്റെ കാടിനെ കൊണ്ട് മുളക് വറ്റിയാലും തണുപ്പ്. ഇത് ഇന്നെന്തുണ്ട് പരിപാടി? ഉഷാറല്ലേ ബേബിച്ചോ? ഇന്നത്തെ റൈഡ് സൂപ്പർ ആയിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ കൂട്ടിയടിക്കുന്നുണ്ട്. വന്നപ്പാടന്നെ നല്ലൊരു അടിപൊളി കുളി അങ്ങ് പാസ്സാക്കി. അപ്പം ഇത് നോക്കിയ കയ്യെല്ലാം പൊതിർന്നൊരു വകയായിട്ടുള്ളത്, കയ്യും കാലെല്ലാം ഇങ്ങനെ പൊതിർന്ന പോലെയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ശരിയല്ല ഇങ്ങനെ കിട്ട് വിറക്കാണ്. കാരണം എന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ നല്ലൊരു അടിപൊളി മഴയും കൊണ്ട് റൈഡ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല റോഡിലൊക്കെ മൊത്തത്തിൽ വെള്ളം, ഫുൾ പോകുന്ന വണ്ടികളെല്ലാം വെള്ളം തെറിപ്പിക്കുന്നു. നമ്മളാണെങ്കിൽ നല്ല അടിപൊളി സ്പീഡിൽ വെള്ളം തെറിപ്പിച്ചിട്ട്. അപ്പം ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും രസകരമായിരുന്നു. അപ്പം ഇതിന് അടുത്ത് തന്നെ നമ്മൾ പാലുകാച്ചി പാറ പോകുന്നു പറഞ്ഞാണ് പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.